ഹായ്. നമ്മളെ ഇന്ന് സീസണിൽ ഫ്രഷായിട്ട് കിട്ടുന്ന ഒരു സാധനം വെച്ചിട്ടാണ് നമ്മളിന്ന് തീയൽ വെക്കുന്നത്. അപ്പോൾ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും ഇതെന്തുവാന്ന്. നമ്മുടെ പറങ്ങേണ്ടി, കശുവണ്ടി. അപ്പം ഞാനത് അമ്മ ഇത് പറക്കിക്കൊണ്ട് വന്ന് എനിക്കിത് കീറി തന്നു. അപ്പം ഞാനത് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചൊന്ന് വെക്കട്ടെ, അതിൻ്റെ കറയൊന്ന് പോകാൻ. കുറച്ച് കിളുത്തതായിരുന്നേ, അപ്പം നല്ല കറയുണ്ടായിരുന്നു. ആ സമയം കൊണ്ട് ഞാൻ തീയലിനുള്ള സവാള, കൊച്ചുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഒരു മുറി തക്കാളി, കുറച്ച് തേങ്ങാക്കൊത്ത് ഇത്രയും എടുത്തു വെച്ചു. പിന്നെ നമുക്ക് വറക്കാൻ തേങ്ങ തിരുകി 1.5 മുറി തേങ്ങ, ഒരിച്ചിരി കറിവേപ്പില, ഒരിച്ചിരി കൊച്ചുള്ളി, പിന്നെ നമ്മുടെ പട്ട, ഗ്രാമ്പൂ, പിന്നെ ജീരകം. അത് പട്ടയും ഗ്രാമ്പൂ അതൊക്കെ ഇച്ചിരിച്ചേ എടുത്തിട്ടുള്ളേ, ഒരു മണത്തിന് വേണ്ടി. ജീരകം മാത്രം ഇച്ചിരി കൂടുതലെടുത്തു. അപ്പോൾ എല്ലാം കൂടി ഇട്ട് നമുക്ക് തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ജീരകമെന്ന് പറഞ്ഞാൽ പെരുംജീരകമാണേ. അപ്പം നമ്മുടെ തേങ്ങ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തോട്ട് മുളക് പൊടി ഇടാം. അപ്പോൾ ഒരു 2 സ്പൂണ് മുളക് പൊടി. നമ്മളിത് പിരികം മുളകിൻ്റെ പൊടിയാണ് കേട്ടോ. പിന്നെ 1 സ്പൂണ് മല്ലിപ്പൊടി. അതൊന്ന് ചൂടാക്കി അതിൻ്റെ ആ പച്ച മണം ഒന്ന് മാറട്ടെ. എന്നിട്ട് നമ്മൾ ഒരു സ്പൂണ് ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളപ്പോൾ ഈ തീയലിന് പുളി ചേർക്കുന്നില്ല. ഒരു അരമുറി തക്കാളി മാത്രം നമ്മൾ മസാലകളാണ് ചേർക്കുന്നത്. ഗരം മസാല, ചിക്കൻ മസാല. അപ്പം ഞാൻ ചീനിച്ചട്ടി അടുപ്പേ വെച്ചു. അപ്പം അത് വാങ്ങി വെക്കാൻ പോയ സമയത്ത് ഒന്നും ഇളക്കി വെച്ചപ്പോഴത്തെ ചീനിച്ചട്ടി അങ്ങ് ഭയങ്കരമായിട്ട് ചൂടായി. വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിട്ടു, തേങ്ങാക്കൊത്തിട്ട് കറിവേപ്പില ഇട്ടു. നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളക്, ചെറിയുള്ളി, സവാള ഒക്കെ ഇട്ട് നന്നായിട്ട് വഴട്ടിയെടുക്കുക. അപ്പം ഞാൻ വഴട്ടുന്നതും ഒക്കെ പെട്ടെന്ന് അങ്ങ് എടുത്ത് പോവാം കേട്ടോ. അപ്പം നന്നായിട്ട് നമുക്കിതങ്ങോട്ട് ഇളക്കി വഴട്ടാം. അപ്പം കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ ഉപ്പിട്ടായിരുന്നു കേട്ടോ, അത് കാണിക്കാൻ പറ്റിയില്ല. മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നല്ലതായിട്ടപ്പം ഇപ്പം തന്നെ സവാള ഒരുമാതിരി മുക്കാലും വഴണ്ട് കഴിഞ്ഞു കേട്ടോ. അപ്പം ഞാൻ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കട്ടെ. എന്നിട്ട് ഞാൻ പറങ്ങേണ്ടി ഒരു 2-3 തവണ ചൂടുവെള്ളം ഒഴിച്ച് കഴുകി. നല്ലതായിട്ട് കറയുടെ ചുവയുണ്ടായിരുന്നു. പിന്നെ പച്ചവെള്ളത്തിൽ കഴുകി നമുക്ക് ആ പറങ്ങേണ്ടി പരിപ്പും കൂടി ഇട്ട് നമുക്ക് ഈ മസാലയ്ക്കകത്തിട്ടൊന്ന് ഇളക്കി ഞാൻ അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിക്കുന്നുണ്ട് കേട്ടോ. ആവിയിൽ വെള്ളമൊന്നും ഒഴിക്കാതെ. നമ്മുടെ അരപ്പ് കണ്ടോ, നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സൂപ്പറായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ മസാലക്കൂട്ടെല്ലാം നമുക്കങ്ങോട്ട് ഇട്ട് കൊടുക്കാം. വഴട്ടി വെച്ചേക്കുന്ന സാധനങ്ങളിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കാം. അപ്പോൾ ഒരടുപ്പേ മീൻകറി വെന്തിങ്ങനെ ഇരിപ്പുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് പുത്രന്മാർ വന്ന് മുട്ട പൊരിച്ച് ചോറ് കൊടുക്കണമെന്നും പറഞ്ഞ്. അപ്പം ഞാൻ അതിൻ്റെ പണിയിലേക്കൊക്കെ കടക്കുന്നുണ്ട്. അപ്പം നമ്മുടെ തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മസാലക്കറി സൂപ്പർ തീയൽ. അപ്പം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് എളുപ്പം വരാം. ഓക്കെ, താങ്ക് യു.